ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള പാലമായ രാമസേതു അഥവാ ആഡംസ് ബ്രിഡ്ജിന്റെ സമ്പൂർണ്ണ ഭൂപടം പുറത്തുവിട്ട് ISRO. നാസയുടെ ഉപഗ്രഹമായ ISAT-2 നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് മാപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ISRO വൃത്തങ്ങൾ അറിയിച്ചു. ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ തലൈമന്നാർ വരെ നീണ്ടുനിൽക്കുന്ന പാലമാണ് രാമസേതു എന്ന ആഡംസ് ബ്രിഡ്ജ്. ചുണ്ണാമ്പുകല്ലുകളാൽ നിർമ്മിതമായ ഒരു തിട്ടയാണിതെന്നാണ് പറയപ്പെടുന്നത്. പാലത്തിന്റെ ചില ഭാഗങ്ങൾ വെള്ളത്തിനു മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുമുണ്ട്. അതേസമയം ഹൈദരാബാദിലെയും ജോധ്പൂരിലെയും നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററിലെ ഗവേഷകർ നാസയുടെ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു. പാലത്തിന്റെ 99.98% അധികം ആഴമില്ലാത്ത വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ കപ്പലുകൾ ഉപയോഗിച്ച് ഇവിടെ ഗവേഷണം നടത്തുക സാധ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. കൂടാതെ രാമസേതുവിന്റെ അടിയിലായി 11-ൽ പരം നീർച്ചാലുകളും കണ്ടെത്തിയിരുന്നു. 2 മുതൽ 3 മീറ്റർ വരെ ആഴമുള്ള നീർച്ചാലുകളാണ് ഗവേഷകർ കണ്ടെത്തിയത്. മാന്നാർ ഉൾക്കടലിനും പാക് കടലിടുക്കിനും ഇടയിൽ ഇവ സ്വതന്ത്രമായി ഒഴുകുന്നതായും കണ്ടെത്തിയിരുന്നു. തമിഴ്നാടിന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള പാമ്പൻ ദ്വീപിനും ശ്രീലങ്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള മാന്നാർ ദ്വീപിനും ഇടയിലുള്ള ചുണ്ണാമ്പുകല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് രാമസേതു. രാവണരാജ്യമായ ലങ്കയിൽ നിന്ന് സീതയെ രക്ഷിക്കാനായി ശ്രീരാമന്റെ നേതൃത്വത്തിലുള്ള വാനര സൈന്യം കടലിനു കുറുകെ നിർമ്മിച്ച പാലമാണ് രാമസേതു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. AD 9-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ നാവികർ ഈ പാലത്തെ സേതു ബന്ദായ് അഥവാ കടലിനു കുറുകെയുള്ള പാലം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 1480-കളിലെ ശക്തമായ കൊടുങ്കാറ്റിൽ തകരുന്നതുവരെ പാലം സമുദ്രനിരപ്പിന് മുകളിലായിരുന്നുവെന്നാണ് രാമേശ്വരത്തു നിന്നുള്ള ക്ഷേത്രരേഖകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. രാമസേതുവിന്റെ ബഹിരാകാശത്തു നിന്നുള്ള ചിത്രം യൂറോപ്യൻ സ്പേസ് ഏജൻസി ഈ അടുത്ത് പുറത്തുവിട്ടിരുന്നു. കോപ്പർനിക്കസ് സെന്റിനൽ-2 എന്ന ഉപഗ്രഹമാണ് ആദംസ് ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്ന ഈ നിർമ്മിതിയുടെ ചിത്രങ്ങൾ പകർത്തിയത്. ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്ത് രാമേശ്വരം ദ്വീപ് മുതൽ ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപ് വരെയാണ് ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന രാമസേതുവിന് ഏകദേശം 48 കിലോമീറ്റർ ദൂരമുണ്ട്. പാക് കടലിടുക്കിൽ നിന്ന് മാന്നാർ ഉൾക്കടലിനെ വേർതിരിക്കുന്നതും ഈ ഭാഗമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു പ്രവേശന കവാടം പോലെയാണ് മാന്നാർ ഉൾക്കടൽ ഉള്ളത്. സമാനമായ രീതിയിൽ വടക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിന്റെ ഒരു പ്രവേശന കവാടമാണ് പാക് കടലിടുക്ക്. ഈ ഭൂഭാഗം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിച്ചിരുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം ഈ ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ടുള്ള തിട്ടയെന്നാണ് ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ചരിത്രരേഖകൾ പറയുന്നതനുസരിച്ച് 15-ാം നൂറ്റാണ്ടുവരെയുള്ള കാലത്ത് ഈ പ്രകൃതിദത്തമായ പാലത്തിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നു. കൊടുങ്കാറ്റും പ്രളയവുമൊക്കെ കാരണം ഇതിന് ബലക്ഷയം വരികയും കുറേയൊക്കെ തകർന്നു പോവുകയും ചെയ്തതാകാമെന്നും കരുതുന്നു. രാമസേതുവിലെ ചില മണൽത്തീരങ്ങൾ വരണ്ടതാണെന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുന്നു. ഈ പ്രദേശത്ത് കടലിന് ആഴം വളരെ കുറവാണ്. വെള്ളത്തിന്റെ ഇളം നിറം സൂചിപ്പിക്കുന്നത് പോലെ 1 മുതൽ 10 മീറ്റർ വരെ ആഴമേ ഈ മേഖലയിൽ കടലിനുള്ളൂ എന്നും ഏജൻസി വ്യക്തമാക്കുന്നു. ഏകദേശം 130 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് മാന്നാർ ദ്വീപ് നിലനിൽക്കുന്നത്. ശ്രീലങ്കയുടെ പ്രധാന ഭൂപ്രദേശവുമായി റോഡ് മാർഗവും റെയിൽ ഗതാഗതം വഴിയും ഈ ദ്വീപിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ദ്വീപിന്റെ തെക്കേ അറ്റത്ത് റോഡ് പാലവും റെയിൽവേ പാലവും കാണാം. ഇന്ത്യയിലായി ഇതേ ഭാഗത്ത് രാമേശ്വരം ദ്വീപുണ്ട്. ഈ ദ്വീപ് പാമ്പൻ ദ്വീപെന്നും അറിയപ്പെടുന്നു. 2 കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലം കടന്നു മാത്രമേ ഈ ദ്വീപിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ.